വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം നിർവാണപ്രകരണം 4-ാം സർഗം ശിലോപാഖ്യാനം. ഓഡിയോ ബുക്ക് തുടരുന്നു. പേജ് 326. സർഗം 4 ശിലോപാഖ്യാനം. രാമ, ഞാൻ ആശ്ചര്യകരമായ മറ്റൊരു കഥ പറയാം. വിചിത്രവും മനോഹരവുമാണ് ആ കഥ. ഒരിടത്ത് ഒരു വലിയ പാറയുണ്ട്. നല്ല മിനുമിനുത്തത്, സ്പഷ്ടരൂപം കൈക്കൊണ്ടത്, തൊട്ടാൽ മൃദു, വളരെ വിസ്താരമുള്ളത്, കട്ടിപിടിച്ചത്, ഇടതിങ്ങിയത്. അതിനുള്ളിൽ വിടർന്നു നിൽക്കുന്ന അനേകം താമരപ്പൂക്കൾ ഒരു പൊയ്കയിലെന്ന പോലെ എണ്ണമറ്റ മനോഹരങ്ങളായി കാണപ്പെടുന്നു. അവയുടെ ഇലകളെല്ലാം അന്യോന്യം കൂർത്തിണക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവയെല്ലാം വേർപെട്ടു നിൽക്കുന്നു. തമ്മിൽ ചേർന്നും താഴെയും മുകളിലുമായും തെളിഞ്ഞും ഒളിഞ്ഞും അവ ഉറച്ചു നിൽക്കുന്നു. ചിലതിന് വേര് മുകളിലാണ്, ചിലതിന് വേര് താഴോട്ടാണ്, ചിലതിന് വേരേയില്ല. ഈ താമരകളുടെ അടുത്തായി എണ്ണമറ്റ ശംഖങ്ങൾ കാണുവാനുണ്ട്. വളരെ വലിപ്പമുള്ള ചക്രങ്ങളും അനേകമുണ്ട്. എല്ലാം താമരകളെപ്പോലെ ഉറച്ചു നിൽക്കുന്നവ. ഇത്രയുമായപ്പോൾ രാമൻ പറഞ്ഞു, മഹർഷേ, സത്യമാണ്. ഞാൻ ഇങ്ങനെയൊരു കല്ലു കണ്ടിട്ടുണ്ട്. ഭഗവാൻ വിഷ്ണു തലയിൽ ധരിക്കുന്ന സാലഗ്രാമശില. വസിഷ്ഠൻ പറഞ്ഞു, രാമ, മഹാബോധശിലയെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. അതിനകത്തല്ലേ ജഗത്തിൻ്റെ മുഴുവൻ സ്ഥിതി. കട്ടികൊണ്ടും ഏകമായതുകൊണ്ടും അതിന് പാറയോട് തുല്യത്വമുണ്ട്. ചിദാനന്ദഘനമായ ഒരു വലിയ പാറ, വളരെ കട്ടിപിടിച്ച് ഇടതിങ്ങി സ്വരൂപത്തോടു കൂടിയതാണെങ്കിലും ആകാശത്തിൽ മഹാമാരുതൻ എന്ന പോലെ ജഗദ്ബൃന്ദം മുഴുവൻ അതിൽ സ്ഥിതി ചെയ്യുന്നു. അതിൽ സ്വർഗമുണ്ട്, ഭൂമിയുണ്ട്, വായുവുണ്ട്, ആകാശമുണ്ട്, പർവ്വതങ്ങളുണ്ട്, നദികളുണ്ട്, ദിക്കുകളുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ആ ശിലയിൽ ലേശം പോലും ഒരു വിടവില്ല. ശംഖങ്ങളുടെയും താമരകളുടെയും ചിത്രങ്ങൾ പാറയിൽ എത്ര വരച്ചു വച്ചാലും അതിൽ വിടവുണ്ടാകുന്നില്ലല്ലോ. അതുപോലെ ബോധപ്പാറയിൽ കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാനുള്ളതുമായ എത്രയെത്ര ചിത്രങ്ങൾ രചിക്കപ്പെട്ടാലും ഒരു വിടവും ഉണ്ടാകുന്നില്ല. തടിയിലെ പാവ പോലെ ബോധശിലയിലെ ചിത്രമാണ് ജഗത്ത്. പാറയിൽ എന്തൊക്കെ വരച്ചു വച്ചാലും അതിൻ്റെ ഏകപിണ്ഡത നഷ്ടപ്പെടുന്നില്ലല്ലോ. അതുപോലെയാണ് ബോധശിലാപാറയിൽ ചിത്രീകരിച്ചിരിക്കുന്ന താമര പാറ തന്നെ. ബോധശിലാപാറയിൽ ചിത്രീകരിച്ചിരിക്കുന്ന താമര പാറ തന്നെ. അതുപോലെ ചിത്തിലെ ജഗത് ചിത്ത് തന്നെ. ചിത്തിലെ ജഗത് ചിത്തു തന്നെ. ഒരിക്കലും ചിത്തല്ലാതാകുന്നില്ല. മുളകിലെ എരിവ് പോലെയാണ് ബോധശിലയിലെ താമരകളാകുന്ന ലോകങ്ങളും നക്ഷത്രങ്ങളാകുന്ന ശംഖങ്ങളും ദ്വീപ സമൂഹങ്ങളാകുന്ന ചക്രങ്ങളുമെല്ലാം. മുകളിലെ എരിവ് ഉദിക്കുന്നില്ല, മുളകിലെ എരിവ് ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നുമില്ല. മുളകിലെ എരിവ് ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. അതുപോലെയാണ് ബോധശിലയിലെ സൃഷ്ടിജാലങ്ങളും ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ഗർഭത്തിനുള്ളിൽ ശിശുവെന്ന പോലെ, കൂവളക്കായ്ക്കുള്ളിൽ മജ്ജയെന്ന പോലെ അനന്തവികാരങ്ങളോടുകൂടിയ ബ്രഹ്മാണ്ഡമണ്ഡലം ചിത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു പാറയിൽ വസ്തുഭേദമില്ലാതെ പദ്മശംഖാദി ചിത്രങ്ങൾ ഉറക്കത്തിലെന്ന പോലെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ജഗദാവലി ബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു. പാറ എവിടെ എന്തു ചിത്രമോ അതായി കാണപ്പെടുന്നു. അതുപോലെ ചിത്ത് എവിടെ എന്തു സങ്കല്പമോ ആ രൂപം കൈക്കൊണ്ട് വിളങ്ങുന്നു. ഉറങ്ങുന്നവനിൽ അവൻ്റെ പ്രപഞ്ചം ഒളിഞ്ഞിരിക്കുന്നത് പോലെ എല്ലാം ബോധത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. സർവം ബോധമയം. പലതരം വികാരങ്ങളും കൊണ്ട് നിറഞ്ഞ ഈ പ്രപഞ്ചഭ്രമം പാറയിലെ താമര എന്ന പോലെ ശൂന്യമാണെന്നറിയൂ. ഈ ജഗത്ത് വെറുമൊരു ഉറക്കമാണ്. ശാന്തവും സർവത്ര സമവുമായ ബോധസത്യത്തിലെ ശൂന്യപ്രദർശനം. പാറയിലെ താമര പോലെ സൃഷ്ടി അസാരം. ഇതറിഞ്ഞാൽ ജനന മരണഭ്രമം ശമിക്കുന്നതാണ്. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ ശിലോപാഖ്യാനം നാമ 4th സർഗഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.